സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ഉയർത്തി തൗതാരം പൊന്നാനി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. തൗതാരം പൊന്നാനിയുടെ രണ്ടാമത്തെ നോമ്പുതുറയാണിത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് അടുത്ത വർഷം ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുവാൻ വിധി കൊടുട്ടെ. നമ്മുടെ യാന്ത്രിക യുഗത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന പൈതൃകത്തെ തിരിച്ചു പിടിക്കാനുള്ള നേരിയ ശ്രമമാണ് നമ്മുടെ തൗതാരം പൊന്നാനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൗതാരം പൊന്നാനിയുടെ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാഹ് ഇത്തരം പരിപാടികൾ എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ നോമ്പുതുറയാണ് വഹീദ കൺവെൻഷനിൽ നടക്കുന്ന ഈ പരിപാടി. തൗതാരം എന്നാല് സംസാരിച്ചിരിക്കുക, സൊറ പറയാ എന്നുള്ള സംഗതിയാണ്. അപ്പോൾ പൊന്നാനിയിലെ ആളുകൾക്ക് ഒന്നിച്ചു കൂടാനും നോമ്പു തുറക്കാനും പരസ്പരം കാണാനും സ്നേഹ സന്തോഷങ്ങൾ പങ്കുവെക്കാനും തൗതാരം ഒരു കാരണമായി തീർന്നു. പൊന്നാനിയുടെ പ്രാചീന കയ്യൊപ്പുകളെ പുതിയ തലമുറക്ക് തിരിച്ചു നൽകുന്ന ഒരു നല്ല സംഗമമായി ഈ സംഗമം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൗതാരം പൊന്നാനി സംഘടിപ്പിച്ച ഈ നോമ്പുതുറ ജനകീയമാണ്. ഓരോ വർഷം പിന്നിടുന്നതോറും വളരെ ഗംഭീരമായിട്ടാണ്, വളരെ ജനകീയമായിട്ടാണ് ഈ നോമ്പുതുറ നടക്കുന്നത്. എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ജനപങ്കാളിത്തം കൊണ്ട് അതിൻ്റെ ആത്മവാക്യം മാതിരി തന്നെ തൗതാരമായി കൊണ്ട് ജനങ്ങൾ സംഘടിച്ചിരിക്കും. പഴമയുടെ പോരിശ പുകൾക്കൊള്ളുന്ന പൊന്നാനിയിൽ അതിന്റെ കൂട്ടായ്മയാണ്, എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മയാണ് തൗതാരം. നമ്മളിവിടെ കൂടിയിട്ടുള്ളത് തൗതാരം പൊന്നാനിയുടെ ഇഫ്താർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. മാഷാ അല്ലാഹ് വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉഷാറായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവർക്കും വളരെ സന്തോഷം. ഇവിടെ വന്ന് തൗതാരത്തിൻ്റെ ഇന്നത്തെ പരിപാടിയിലെത്തിയ എല്ലാവർക്കും അതിൻ്റെ സ്ഥാപന നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സന്തോഷം അറിയിക്കാം. തൗതാര സൗഹാർദ്ദ കൂട്ടായ്മയുടെ ഈ തവണത്തെ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ആസൂത്രണ മികവുകൊണ്ട് ഏറെ ജനകീയമായിരിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പൊന്നാനിയുടെ ഗൃഹാതിർത്തം, പ്രത്യേകിച്ച് പൊന്നാനി അങ്ങാടിയുടെ ഗൃഹാതിർത്തം എന്ന രീതിയിൽ തുടങ്ങിയ തൗതാരം ഇന്ന് പൊന്നാനിയുടെ അതിർത്തികൾ ഭേദിച്ച് അങ്ങോട്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. തൗതാരം പൊന്നാനി ഇറക്കിയിട്ടുള്ള നവേത്തു എന്ന പുസ്തകത്തിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്തായാലും തൗതാരം ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. പൊന്നാനിയുടെ മഹിതമായ ചരിത്ര പാരമ്പര്യവും സംസ്കാരവും ഒളിച്ചോതുന്ന ഒരു പരിപാടിയുടെ പുനരാവിഷ്കരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലഘട്ടം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഒറ്റപ്പെടലാണ്. ആ ഒറ്റപ്പെടലിൽ നിന്ന് വലിയൊരു മോചനമാണ് ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ. ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല കൾച്ചറാണ് ഈ നോമ്പുതുറ. അപ്പൊ അതിന്റെ ഒരു സന്ദേശമൊക്കെ ജാതി മത ഭേദമന്യേ അതൊക്കെ പ്രചരിപ്പിക്കുക. എല്ലാവിധ ആശംസകളും. തൗതാരം പൊന്നാനി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. തൗതാരത്തിന്റെ നവേത്തുവിലെ ഒരു സമ്മാനം വാങ്ങാനും ഭാഗ്യമുണ്ടായി, സന്തോഷമായി. തൗതാരം പൊന്നാനി സംഘടിപ്പിച്ച നോമ്പുതുറ എന്തുകൊണ്ടും ഒരു സമൂഹ നോമ്പുതുറയായി മാറിയിട്ടുണ്ട്. നോമ്പുതുറ വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇവരെല്ലാ പ്രാവശ്യം നടത്തുന്നത്. തൗതാരം പൊന്നാനിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും അതിൻ്റെ ഒരു ഭാഗവത്തായി അതിലേക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ സാധിച്ചാലും അതിയായ സന്തോഷം. തൗതാരം പൊന്നാനി ഇന്ന് നടത്തുന്ന നോമ്പുതുറയാണ് വളരെ ജനനിബിഡമായി നമ്മൾ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി പൊന്നാനിക്കാരെത്തിയിട്ടുണ്ട്. തൗതാരം പൊന്നാനിയുടെ ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ തൗതാരത്തിന്റെ നോമ്പുതുറ രണ്ടാമത്തെ തവണയാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയും ഉന്മേഷത്തോടു കൂടിയിട്ടും വന്നു ചേരുകയാണ്. പൊന്നാനിയുടെ ചരിത്രപരമായ മഹിമ വെച്ച് നോക്കുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് വളരെ സമ്പുഷ്ടമായ ഒരു നോമ്പുതുറയും അത് മതപ്രഭാഷണം നടക്കുകയാണ്. നോമ്പ് തുറ ഇവിടെ സജീവമായിട്ട് നടക്കുകയാണ്. പങ്കാളികൾ വളരെയധികം പങ്കാളിത്തത്തോടെ ഉഷാറായി. തൗതാരം പൊന്നാനി നടത്തുന്ന ഇഫ്താർ സംഗമം വളരെ ഗൗരവഗംഭീരമാണ്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുമായി മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കും. പൊന്നാനി തൗതാരം നടക്കുകയാണ്. എല്ലാം ഭംഗിയായി തന്നെ കലാശിക്കാൻ പോകുന്നു. ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വാരമായി എന്നല്ല നന്ദി അർപ്പിക്കുന്നു. രണ്ടാമത്തെ നോമ്പുറ അതിഗംഭീരമായിട്ട് നടന്നു. എന്തായാലും നന്നായി. ഇത്രയും നല്ലൊരു പരിപാടി ഇഫ്താർ വളരെ വിജയമായിരുന്നു. അതിൽ പങ്കെടുത്തതിൽ എനിക്ക് സന്തോഷം. തൗതാരം ഗ്രൂപ്പിൻ്റെ നോമ്പുതുറ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പൊന്നാനി സംഘടിപ്പിച്ച നമ്മളെ പരിപാടി അതിഗംഭീരമായിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഉഷാറായി തന്നെ ആളുകൾ നമ്മൾ വേണ്ട സമയത്ത് തന്നെ എത്തി. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് ആദ്യമായിട്ട് തന്നെ അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കണം. ഒരു കൂട്ടായ്മ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്മയുടെ വശങ്ങളും അതോടൊപ്പം തന്നെ ചേർത്ത് നിൽപ്പും തന്നെയാണ് പ്രധാനം. വളരെ വർദ്ധിതമായ ആവേശത്തോടു കൂടിയാണ്
ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ മനോഹരമായ ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. സമൂഹ നോമ്പുതുറയും ഒത്തുചേരലുമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പൊന്നാനിയിലെ സൗഹൃദ കൂട്ടായ്മയായിട്ടുള്ള തൗദാരത്തിൻ്റെ രണ്ടാമത്തെ ഇഫ്താറാണ്. പങ്കാളിത്തം കൊണ്ടും ജനകീയത കൊണ്ടും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇഫ്താർ പരിപാടി. ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ ആളുകളും തന്നെ അതിൽ പങ്കെടുത്തു. സംഘാടകരെ നിലയ്ക്ക് വളരെ സന്തോഷം. എല്ലാ സമൂഹത്തിന് നാനാ തുറയിലുള്ള ആളുകൾ വന്നു. അതുപോലെ തന്നെ ഇതിൽ മുനീർ ഹുദവിയുടെ പ്രഭാഷണം വളരെ സമകാലിക സാഹചര്യങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു. എല്ലാം കൊണ്ടും ഭംഗിയായി എന്നുള്ള രീതിയിലാണ് സംഘാടകരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ തൗദാരം സംഘടിപ്പിച്ച ഈ നോമ്പുതുറ എന്തുകൊണ്ടും പുതുമയാർന്നതാണ്. എന്തായാലും ഇതൊരു ഉന്മേഷം നൽകുന്നതാണ് പൊന്നാനിക്കാർക്ക് മൊത്തം. വളരെ മനോഹരമായ ഒരു ഇഫ്താറാണ് കഴിഞ്ഞത്. അള്ളാഹിനോട് വളരെ അനുഗ്രഹം പറയുന്നു. കാരണം ഇത്തരം ആളുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ ആളുകളും വന്നു, സന്തോഷത്തോടു കൂടിയിട്ട് ഇഫ്താറിൽ പങ്കെടുത്തു. എല്ലാവരും സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹം തന്നെ. തൗദാരം സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമം പൊന്നാനിയുടെ തന്നെ വളരെ സവിശേഷമായ ഒരു ഒത്തുചേരലായി മാറി എന്നുള്ളതാണ്. പൊന്നാനിയുടെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ ഇഫ്താർ സംഗമത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായമുള്ളവരും യുവാക്കളും എന്ന് വേണ്ട എല്ലാ തുറകളിലുള്ള ആളുകളും ഈ പരിപാടിയോടൊപ്പം ചേർന്നു എന്നുള്ളത് ഇങ്ങനൊരു കൂട്ടായ്മയുടെ പ്രസക്തി വെളിവാക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പൊന്നാനി ആവശ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി മാറുകയാണ് ഈ ഒത്തുചേരൽ. വളരെ ഹൃദ്യമായ ഒന്നായിരുന്നു. മുനീർ ഹുദവിയുടെ ഗംഭീരമായ ഒരു പ്രഭാഷണം, അതിനുശേഷം പരിപാടിയിൽ പങ്കെടുത്തവരുടെ അവരെ ആസ്വാദനത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നറുക്കെടുപ്പുകൾ, അതിനുശേഷം വളരെ മനോഹരമായ മനസ്സും വയറും ശരീരവുമൊക്കെ കുളിർമ അണിയിക്കുന്ന തരത്തിലുള്ള ഇഫ്താർ സംഗമം. സത്യത്തിൽ ഈ ഇഫ്താർ സംഗമങ്ങളുടെ പ്രസക്തി വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ് ഇത് എന്ന് പറയാവുന്ന തരത്തിൽ വളരെ സവിശേഷമായ ഒന്നായിരുന്നു ഇത്. എന്തായാലും ഈ പരിപാടി സംഘടിപ്പിച്ച തൗദാരൻ ടീമിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.